രാമഭക്ത സംഗമവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് KS രമേഷ് ജിയാണ്. സർ, കേരളത്തിനും അയോധ്യയ്ക്കും ഇടയിൽ സനാതന സംസ്കാരപരമായ ബന്ധം ചരിത്രപരമായി എങ്ങനെ രൂപപ്പെട്ടുവെന്ന് നിങ്ങൾ വിശദീകരിക്കാമോ? നമ്മുടെ കേരളവും അയോധ്യയും ശരിക്കും നാമം കൊണ്ട് രണ്ടാണെങ്കിലും സംസ്കൃതി കൊണ്ടൊന്നാണ്. വിശേഷ കേരളം അയോധ്യയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയോധ്യയിലെ പ്രഭവമായ ആ വൈഭവത്തിൻ്റെ കിരണങ്ങൾ ഭാരതമെമ്പാടും അലയടിക്കുന്നുണ്ട്. ആ കിരണങ്ങൾ പ്രകാശത്തിൻ്റെ ഫലമായി കേരളവും അതിൻ്റെ ഭാഗമാകുന്നു. അതിനൊരുപാട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരളം. ആ അടയാളപ്പെടുത്തൽ വീണ്ടും വീണ്ടും മനനം ചെയ്യുക, ഇളം തലമുറയുടെ മുമ്പിൽ അത് അനാവരണം ചെയ്യപ്പെടുന്ന തരത്തിൽ ചർച്ചയിലൂടെ, സെമിനാറിലൂടെ, സിമ്പോസിയത്തിലൂടെ, ഡിബറ്റുകളിലൂടെ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളം അയോധ്യ എന്ന് പറയുന്നത് സനാതന ധർമ്മവുമായി അയോധ്യയുടെ പ്രഭവമായ ആ പ്രഭവ കിരണങ്ങളാൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് കേരളം. സർ, കേരളത്തിലെ ക്ഷേത്ര പരമ്പരകൾ, ഭക്തിചലനങ്ങൾ, കലാരൂപങ്ങൾ എന്നിവയിൽ അയോധ്യയുടെയും ശ്രീരാമ ഭക്തിയുടെയും സ്വാധീനം എങ്ങനെ പ്രകടമാണ്? ഒരുപാട് പറയാനുണ്ട്. കാരണം കേരളത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും അതാത് ഗ്രാമങ്ങളിൽ നിന്നും പുനർജനിച്ചതാണ് ക്ഷേത്രങ്ങൾ. ഓരോ ഗ്രാമങ്ങളിലും ആ ഗ്രാമത്തിൻ്റെ ദേവനെയും ദേവിയൊക്കെ പൂജിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ പൂജാ സമ്പ്രദായം മറ്റൊരു ഗ്രാമത്തിൽ വ്യത്യാസമായിരിക്കാം. പക്ഷേ ഇതിനെയൊക്കെ ഏകോപിക്കുന്ന ഒരാശയ ആദർശത്തിൻ്റെ കണങ്ങളുണ്ട്. അത് ശ്രീരാമനിലൂടെ ഏകോപിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗണപതിയെ പൂജിക്കുന്നവരുണ്ട്, ഭദ്രകാളിയെ പൂജിക്കുന്നവരുണ്ട്. അയ്യപ്പൻ ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. വടക്കേന്ത്യയിൽ പോകുമ്പം വേറൊരു ആചാരത്തിന് വളരെ പ്രസക്തമാണ്. അപ്പോൾ ക്ഷേത്ര ആരാധന സമ്പ്രദായങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ദേവനെയും ദേവിയെയും ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധന സമ്പ്രദായങ്ങളെല്ലാം ഏകോപിക്കുന്ന ഒരു കണ്ണിയാണ്, ഒരു ചരടാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആദർശത്തിൻ്റെ എല്ലാ വിശദ വിവരങ്ങൾ. ഒരു ഉദാഹരണം ഞാനിവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഓണവില്ല്, അത് യഥാർത്ഥത്തിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണത്തിന് വേണ്ടി ആഘോഷപൂർവ്വം സമർപ്പിക്കുന്നതാണ് ഓണവില്ല്. ആ ഓണവില്ലിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയെയും കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. ശ്രീഭക്ത ഹനുമാനെ ആലേഖനം ചെയ്തിട്ടുണ്ട്, വിഷ്ണു ഭഗവാനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഓണവില്ലെന്ന് പറയുന്ന ഒരു മര പലകയാകുന്നതാണ് ആ വില്ല്. അതിൽ പൂർണ്ണഭാഗവും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടാഭിഷേകം നടക്കുന്ന സ്ഥലത്താണ്. കേവലം അത് ആ തിരുവനന്തപുരത്ത് നിന്ന് ആ ഓണവില്ല് കൊച്ചിയിൽ വന്ന് എയറോപ്ലെയിൻ വഴി ശരിക്കും അയോധ്യയിൽ കൊണ്ടു കൊടുക്കുന്നുണ്ടത് എല്ലാ വർഷവും. അപ്പോൾ അത് ഇതിന്റെ ഏകോപനത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ശാശ്വത പാലം എന്ന ആശയം ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക സാഹചര്യത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിനപ്പുറം, മതപരമായ ചടങ്ങുകൾക്കപ്പുറം നമ്മൾ ഒന്നായി മാറേണ്ടത് നമ്മുടെ സംസ്കൃതി കൊണ്ടാണ്, സംസ്കാരം കൊണ്ടാണ്. ആ സംസ്കൃതിയും സംസ്കാരവും ജീവിതത്തിന്റെ ഭാഗമാണ്. വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, വാക്കും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും, എന്നാലേ അതിൻ്റെ വിളി കേൾക്കുകയുള്ളൂ. എല്ലാ ഈശ്വരന്മാരും അങ്ങനെയാണ്. എല്ലാവരും ഈശ്വരനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വിളി കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ വാക്കും പ്രവൃത്തിയും രണ്ടായതുകൊണ്ടാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണെങ്കിൽ ഈ ശാശ്വതമായ പരിഹാരം അതിലടങ്ങിയിട്ടുണ്ട്. അതൊന്നായാൽ മതി, എല്ലാം പൂർണ്ണമാണ്. കേരളത്തിലെ യുവതലമുറയ്ക്ക് അയോധ്യയുടെ ആത്മീയ സംസ്കാര പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ യുവാക്കള് ഇന്ന് തന്നെ 3-4 കുട്ടികൾ ആത്മഹത്യ ചെയ്തു റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ ഇത് അപകടകരമായ അപജയത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും ഇന്നത്തെ തലമുറ വിദ്യാർത്ഥിനികളുടെ ഇടയിൽ പാഠ്യക്രമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചും പഠിക്കണം, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും. അത് കേവലം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആശയ ആദർശത്തിൻ്റെ പേരിൽ പഠിക്കണം.
ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ വ്യക്തിപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവ് തട്ടി ഉണർത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞത്, എഡ്യൂക്കേഷൻ ദ മാനിഫെക്ഷൻ ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ പുറത്തെടുക്കുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. അതാണ് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞത്. അതാണ് ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ വെക്കേണ്ടത്. അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. കേരളവും അയോധ്യയും തമ്മിലുള്ള ഈ സാംസ്കാരിക ബന്ധം ദേശീയ ഐക്യത്തിനും ദേശീയ പൈതൃക സംരക്ഷണത്തിനും എങ്ങനെ സഹായകരമാകും? തീർച്ചയായിട്ടും. ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം, അതിനുശേഷം ഭാരതത്തിലൊട്ടാകെ ഒരു ഉണർവ്, അയോധ്യയിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. ഇതെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ്. പക്ഷേ രാഷ്ട്രീയം ഏതായാലും ഞങ്ങൾ ആദർശത്തിന്റെ പേരിൽ, ആശയത്തിന്റെ പേരിൽ ഭാരതത്തിന്റെ ആ ആദർശ പുരുഷനെ, മര്യാദാ പുരുഷനെ, മാതൃകാ ഭരണാധികാരിയെ ഒന്ന് കാണാൻ, ഒന്ന് തൊഴുവാൻ, അനുഗ്രഹം വാങ്ങാൻ അയോധ്യയിലേക്ക് പോകുന്നു. അതൊരു വലിയ ലക്ഷണമാണ്. ഭാരതം വിശ്വവൈഭവത്തിലേക്ക്, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതം ഗുരുസ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആ പ്രയാണത്തിന്റെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണ്. ആ സന്ദർഭമായതുകൊണ്ടാണ് ഞാൻ പഞ്ചപരിവർത്തനം പറഞ്ഞത്. നമ്മളെല്ലാവരും ചേർന്ന് ഈ രാജ്യത്ത് നടത്തേണ്ട ആ പഞ്ചപരിവർത്തനം, ഈ നാട് വൈഭവപൂർണ്ണമാകണം. സംഘർഷവും സംഘട്ടനവും അസ്പൃശ്യതയും ജാതിചിന്തയും ഒന്നുമില്ലാത്ത ഒരു സ്നേഹ സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരു പൂത്തോട്ടമായി, ഒരു പൂങ്കാവനമായി നമ്മുടെ നാട് മാറാൻ എല്ലാവരും പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. താങ്ക് യു സർ. താങ്ക് യു.